കേരള പുറംകടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ 40% തീയണച്ചതായി അധികൃതർ. നാളെയോടെ കൂടുതൽ കപ്പലുകൾ രക്ഷാദൌത്യത്തിനായി എത്തും. താപ വാതക അപകട സാധ്യതകളും തുടരുകയാണ്. കപ്പൽ 10 ഡിഗ്രിയിലേറെ ചരിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ 50 മീറ്റർ അകലെ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായും തീയണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ നിന്നും കാണാതായ 4 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ചികിത്സയിലുള്ള 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സിജോ വർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, കുറച്ചെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോൾ നടക്കുന്ന ദൗത്യം എങ്ങനെയാണ്? ജീന, കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മുമ്പത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 40% തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. കാരണം ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ തീ പിടിക്കുന്നത് തുടരുകയാണ്. ഒപ്പം തന്നെ രൂക്ഷമായ പുക ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കപ്പൽ ഏതാണ്ട് 20 ഡിഗ്രിയിലേറെ ചെരിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീഴാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഈ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെ ഈ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ അത് കൂടുതൽ സ്ഫോടനം നടക്കാൻ സാധ്യതയുള്ളതും ഒപ്പം വിഷമയമുള്ള വസ്തുക്കളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും ഉളവാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ 4 പേരെ കാണാനില്ല എന്നുള്ളതാണ്. അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 22 പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 18 പേരെ കോസ്റ്റ് ഗാർഡ് നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ മംഗലാപുരത്ത് ചികിത്സയിലാണ്. പക്ഷേ 4 പേരെ ഇപ്പോൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവർ എവിടെയെന്നുള്ളത് കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകൾ ഈ സ്ഥലത്ത് ഉണ്ട്. ഒപ്പം തന്നെ ഡോണിയർ വിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനമായിട്ടൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്നുണ്ട്. കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. അത് വിഷമയമുള്ള വസ്തുക്കൾ ഉണ്ട്. അവ ഏതെങ്കിലും രീതിയിൽ ഈ തീരപ്രദേശങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തൽക്കാലം ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം കേരള തീരങ്ങളിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം പക്ഷേ ഉണ്ടാകേണ്ടതും ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതായത് ഈ തുടർച്ചയായി ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കുകയോ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. മറ്റൊരു കാര്യം, ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കേന്ദ്രം സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ തീരദേശവാസികൾക്കും ഒപ്പം തന്നെ മത്സ്യ മേഖലയിലുമാണ്. ഈ 2 മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ആദ്യമുണ്ടായ കപ്പൽ അപകടത്തിന് അത്തരത്തിലുള്ള ഒരു ആശങ്ക തീരദേശവാസികൾക്ക് ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനടക്കമുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത, എറണാകുളം തൃശ്ശൂർ തീരങ്ങളിൽ അടിയാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ഉണ്ട് ഇപ്പോഴും എന്നാണ് അധികൃതർ പറയുന്നത്? നിലവിൽ ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ തീരപ്രദേശത്തേക്ക് വരും എന്നുള്ള കാര്യം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകും. കാരണം കപ്പൽ കൂടുതൽ മുങ്ങിത്താഴുന്നതിന് മുമ്പായി തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കൂടുതൽ കപ്പലുകൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തും. നാളത്തേക്ക് അവിടേക്ക് എത്തും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആശങ്ക ഒഴിവാക്കാനുള്ള നടപടികളാണ് ഏറ്റവും കൂടുതലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തീരദേശവാസികളുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ആശങ്ക. ശരി സിജോ, ഏതായാലും അപകടം ചരക്ക് കപ്പലിന് തീപിടിച്ച കപ്പലിന്റെ 40%-ഓളം തീ അണയ്ക്കാൻ സാധിച്ചു. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള രക്ഷാദൌത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത ഇപ്പോൾ കുറവ് കാണുമെന്നാണ് സിജോ വർഗീസ് റിപ്പോർട്ട് ചെയ്യുന്നത്.